നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പുതിയ ടിപ്പായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു റെഗുലർ പാക്കായിട്ടൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു അല്ലേ, പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. മുരിങ്ങ നമുക്ക് മുരിങ്ങയുടെ ലീഫ് അല്ലേ, ഭക്ഷണത്തിലൊക്കെ ചേർക്കും. നമ്മൾ തോരൻ ഉണ്ടാക്കും, മുരിങ്ങയില തോരൻ, അതെല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ മുരിങ്ങയില ഇട്ടിട്ട് ദോശ ഉണ്ടാക്കും. മുരിങ്ങയില ചപ്പാത്തിക്ക് കുഴക്കുന്ന സമയത്ത് മുരിങ്ങയില ഇട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ മുരിങ്ങ കോലിട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളത്തിൽ ചപ്പാത്തിക്ക് കുഴച്ചാൽ വളരെയധികം നല്ലതാണ്. നല്ല പ്രോട്ടീൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, വളരെ ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് പല പല ഉപയോഗമുണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. മുരിങ്ങയുടെ കോല് കൊണ്ട്, മുരിങ്ങാക്കോല് തിളപ്പിച്ച ആ വെള്ളം അത് വെച്ച് ചപ്പാത്തിക്ക് കുഴച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂട്ടത്തിൽ ഇതിൻ്റെ ഇല ഇടാം. പിന്നെ ഈ ആയുർവേദത്തിൽ ഈ ചൂട് ചോറിൽ ഇത് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ഒന്ന് മൂടിയിടാം. എന്നിട്ട് ആ ചോറുണ്ണാൻ പറയും. കണ്ണിന് നല്ലതാന്ന് പറയും. കണ്ണിന് നല്ലതാണ്, തിമിരമൊക്കെ മാറും. അപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടും. അപ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കും ഡോക്ടർമാർ കേട്ടോ. ചൂട് ചോറിൽ മുരിങ്ങയുടെ ഇല കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ആ ചൂടോടുകൂടി ഇത് വേവും എന്നാ പറയുന്നത്, ചൂട് ചോറിൻ്റെ കൂടെ ഇട്ടാൽ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. അത്രയ്ക്കും നല്ലൊരു ഇതാണ് കേട്ടോ മുരിങ്ങ എന്ന് പറഞ്ഞാൽ. കണ്ണിനും നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ് നമ്മുടെ കേട്ടോ. അതുപോലെ മുടിക്കും നല്ലതാണ്. മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ, അതുപോലെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാനും, പിന്നെ വിറ്റാമിൻ ഇ ഉള്ളത് കൊണ്ട് ഡാമേജ് സെൽസ് മാറ്റാനും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇല ഇതൊക്കെ വൃത്തിയായിട്ട് നമുക്ക് കഴുകി എടുത്തിട്ട് അല്പം വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് സൂപ്പ് ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിൽ ഇത് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് അരച്ചെടുത്താണ് കേട്ടോ. ലീഫ് അരച്ചെടുത്ത ഇത് ഞാനിപ്പോൾ വെറുതെ വെള്ളത്തിൽ അരച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ, കാടി വെള്ളത്തിൽ അരച്ചെടുക്കാം, അലോവേറ ജെല്ലിൽ അരച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം. കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ? നമ്മൾ ഇതിങ്ങനെ അരിച്ചെടുത്തിട്ട് ഇതാണ് ജ്യൂസ് കണ്ടോ, നീര്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ആവണക്കെണ്ണ ഒരു 3 ഡ്രോപ്സ് ആവണക്കെണ്ണ ഇടാം, അല്ലെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇടാം കേട്ടോ. അപ്പോൾ വരണ്ടിരിക്കില്ല മുടി. അങ്ങനെ നമുക്ക് ചെയ്ത് ഇത് ഉപയോഗിക്കാം കേട്ടോ. വെറുതെ ഉപയോഗിക്കാം. അപ്പോൾ മുടിക്ക് ഒരു വരണ്ടിരിക്കണ പോലെ തോന്നും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് 3 തുള്ളി, എന്തായാലും 3 തുള്ളി ഒഴിച്ചാൽ മതി. ഒലിവ് ഓയിലോ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ ഏതാണോ അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. വളരെ നല്ലതാട്ടോ. മുടിക്ക് നല്ല തിക്നെസ് തോന്നും, അതുപോലെ നല്ല ബ്ലാക്ക് തോന്നും. എണ്ണ തേച്ച പോലെ നിങ്ങൾക്ക് തോന്നാൻ പറ്റും. ഇത് അത്രയും നല്ലതാണ്. ഇത് അകത്തേക്കും കഴിക്കാം, അതുപോലെ പുറത്തും ഇതുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ
മുളോഷ്യം വെക്കാന്ന് പറയും. ഇത് ഇല എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് തിളപ്പിച്ചിട്ട് ഇതിന്റെ വെള്ളം ചോറിന്റെ കൂടെ കഴിക്കും. മുളോഷ്യം എന്ന് പറയും. പിന്നെ കൂടാതെ പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ചൊക്കെ വെക്കുമല്ലോ. ദോശ ഉണ്ടാക്കാനും അരി അരയ്ക്കുന്ന കൂട്ടത്തില് അരി അരച്ചെടുത്തിട്ട് ഇതിട്ട് ദോശ ഉണ്ടാക്കും. പല ഉപയോഗമാണ് മുരിങ്ങ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടിപ്പിന്റെ കൂടെ ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇത് മിക്കവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട്, നീർപ്പിടുത്തുള്ളവരാണെങ്കിൽ കുറച്ച് രാസനാദിപ്പൊടി തിരുമ്മിയിട്ട് ഇത് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട. അങ്ങനെ ചെയ്യാം. ഇതിന്റെ കൂടെ നമ്മളുടെ പല ഞാൻ പറഞ്ഞ ആയുർവേദ പൊടികൾ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നെല്ലിക്കപ്പൊടി ചേർക്കാം കേട്ടോ. ഏറ്റവും ബെസ്റ്റാണ് നെല്ലിക്കപ്പൊടി. എന്തിന്റെ കൂടെ ചേർക്കുമ്പോഴും ഇതിങ്ങനെ ഇത് മാത്രമാകുമ്പോൾ താഴെ ഒലിച്ചു വരണ പോലെ തോന്നും. നെല്ലിക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അവിടെ ഇരുന്നോളും, പാക്കായിട്ട് ഇരുന്നോളും. അപ്പൊ ഹെയർ മാസ്ക് നല്ലൊരു ഇതാണ് ഈ മുരിങ്ങ മാസ്കിന് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായും നിങ്ങളുടെ പാക്കിൻ്റെ ഉപയോഗിക്കുക. ഇത് ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. ഇതിന്റെ മുരിങ്ങയുടെ ടീ ഉണ്ടാക്കാം. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നമുക്ക് കുടിക്കാം കേട്ടോ. എല്ലാം നല്ലതാണ് ഇതിന്. മീയും ഒക്കെ ഉണ്ട് വിറ്റാമിൻ കേട്ടോ. നമുക്ക് ക്ഷീണം തോന്നൂല. അപ്പം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ. പിന്നെ ഈ മുരിങ്ങയുടെ ഇല നമുക്ക് വേറൊരു ഗുണമുണ്ട് കേട്ടോ. അതായത് കാലുവേദന, കൈവേദന ഒക്കെ എടുക്കുമല്ലോ നമുക്ക്. കാലും കൈയും വേദന, കാലിൽ നീര്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കിഴി കുത്തുമല്ലോ. പച്ചമരുന്ന് കിഴി കിട്ടും, പച്ചിലകൾ വെച്ചിട്ടുള്ള കിഴി കുത്തും. അതിലും നമുക്ക് ഈ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാം കേട്ടോ. ആവണക്കെണ്ണയുടെ ചെടിയുടെ ഇല ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് നമ്മൾ ആവി കൊള്ളിക്കാം. എന്നിട്ട് അതൊരു കിഴിയിൽ കുത്തിയിട്ട് കിഴിയിൽ കെട്ടിയിട്ട് നമുക്ക് വേദന എവിടെയാണോ അവിടെ ഒരു 6 ദിവസം 7 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, 5 7 ദിവസം നമുക്ക് കിഴി കുത്താം കേട്ടോ. അപ്പൊ ആ വേദനയൊക്കെ മാറും. അപ്പൊ അതിനും കൂടി നമ്മൾ ഈ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് കേട്ടോ. അപ്പൊ അടുത്ത ടിപ്സുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.